നമസ്കാരം. സിരിവി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 676 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 648 പേർക്കും സമ്പർക്കം വഴി രോഗബാധ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ നിരവധി പേർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചില്ല. നഷ്ടപരിഹാരം ലഭിക്കാത്തത് കോഴിക്കോട് ജില്ലയിലെ ഭൂ ഉടമകൾക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഐശ്വര്യ കേരള യാത്രയ്ക്ക് തിരുവമ്പാടിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. തിരുവമ്പാടി ITIക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ITIകളെ മികച്ച വ്യവസായ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. മൂവാട്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന ബാർ അടച്ചുപൂട്ടണമെന്ന ആവശ്യം പ്രതിഷേധ സമരവുമായി മുസ്ലിം ലീഗ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 676 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 648 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. 838 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 676 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വിദേശത്തുനിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയവരിൽ 3 പേർക്കും പോസിറ്റീവായി. 12 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 653 പേർക്കാണ് രോഗം ബാധിച്ചത്. 6643 പേരെയാണ് വ്യാഴാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ജില്ലയിലെ വിവിധ കോവിഡ് ആശുപത്രികൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 838 പേർ രോഗമുക്തി നേടി ആശുപത്രി വിടുകയും ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി പോസിറ്റീവായ 3 പേരിൽ ഒരാൾ പെരുവയിൽ സ്വദേശിയാണ്. ഉറവിടം വ്യക്തമല്ലാത്ത 19 പോസിറ്റീവ് കേസുകളിൽ ഒരു കോടഞ്ചേരി സ്വദേശിയും 2 പെരുവയിൽ സ്വദേശികളും ഉൾപ്പെടുന്നു. സമ്പർക്കം വഴി രോഗം ബാധിച്ചവരിൽ 151 പേർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ്. 19 താമരശ്ശേരി സ്വദേശികൾക്കും 18 കുന്നമംഗലം സ്വദേശികൾക്കും 15 കൊടുവള്ളി സ്വദേശികൾക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. 12 മുക്കം സ്വദേശികൾ, 8 കൊടിയത്തൂർ സ്വദേശികൾ, 7 പെരുവേൽ സ്വദേശികൾ എന്നിവരും സമ്പർക്കം വഴി രോഗം ബാധിച്ചവരാണ്. കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാൾ കുന്നമംഗലം സ്വദേശിയാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7478 ആണ്. കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ള മറ്റ് ജില്ലക്കാർ 202ഉം മറ്റു ജില്ലകളിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 68ഉമാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ നിരവധി പേർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. കോഴിക്കോട് ജില്ലയിലെ നിരവധി ഭൂ ഉടമകൾക്കാണ് നഷ്ടപരിഹാരം ലഭിക്കാനുള്ളത്. സംസ്ഥാന സർക്കാർ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുകയും പ്രതിപക്ഷം പോലും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഗെയിൽ പദ്ധതിക്കായി വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ ഉടമകൾ ദുരിതത്തിൽ. കോഴിക്കോട് ജില്ലയിലെ നിരവധി പേർക്കാണ് ഇനിയും നഷ്ടപരിഹാര തുക ലഭിക്കാനുള്ളത്. ഭൂമിക്ക് മാർക്കറ്റ് വില നൽകണമെന്നാവശ്യപ്പെട്ട് കേസ് നടത്തിയവർക്കാണ് കേസ് തീരാതെ നഷ്ടപരിഹാര തുക നൽകില്ലെന്ന് അറിയിച്ചതെന്ന് ഭൂമി വിട്ടു നൽകിയവർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി മുറിച്ചുമാറ്റിയ മരങ്ങൾക്ക് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് ലഭിച്ചത്. പദ്ധതി കടന്നുപോകുന്ന ഭൂമിയുടെയും പൊളിച്ചുമാറ്റിയ മതിലുകളുടെയും കെട്ടിടങ്ങളുടെയും നഷ്ടപരിഹാര തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കേസിന് പോയവർക്ക് ഭൂമിയുടെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇരകളുള്ള കോഴിക്കോട് ജില്ലയിലാണ് അധികൃതർ വിവേചനം കാണിക്കുന്നതെന്നും സിവിൽ കേസുകളുടെ വ്യവഹാരം അവസാനിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഇത് മറയാക്കി നഷ്ടപരിഹാര തുക നൽകാതിരിക്കാനാണ് ഗെയിൽ ഉദ്യോഗസ്ഥരുടെ നീക്കമെന്നും ഇവർ ആരോപിച്ചു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇരകളുള്ള ഒരു ജില്ലയാണ് മറ്റൊരു ജില്ലയെ അപേക്ഷിച്ച്. എന്ന് പറഞ്ഞാൽ 3000-ഓളം ഇരകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ജനങ്ങളുടെ കാശ് പിടിച്ചു വെച്ചിട്ട് അത് തരാണ്ടിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പം ഗെയിൽ നോക്കുന്നത്. സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ അത് 10, 20, 25, 30 കൊല്ലം കഴിയും. അപ്പോൾ അത് തരാണ്ടിരിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഗെയിൽ ഈ പദ്ധതിയെ കാണുന്നത്. 2017 ഭൂമി ഏറ്റെടുത്തതെങ്കിലും 2012 അടിസ്ഥാന വിലയാണ് ഗെയിൽ നൽകുന്നത്. പല സ്ഥലത്തും മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോഴാണ് തങ്ങളോട് ഈ വിവേചനമെന്നും ഇതുമൂലം ഓരോ സെന്റിനും ചുരുങ്ങിയത് 50,000 രൂപയുടെയെങ്കിലും മാറ്റമാണ് ഉണ്ടാവുന്നതെന്നും ഇവർ പറഞ്ഞു. തങ്ങൾക്ക് ഭൂമിയുടെ ഉപയോഗാവകാശം മാത്രമാണ് ലഭിക്കുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനാൽ ഭൂമി വാങ്ങാൻ ആരും തയ്യാറാവുന്നില്ല. ഭൂമിയിൽ വീട് വയ്ക്കാനോ കിണറുകൾ വയ്ക്കാനോ കൃഷി ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ്. എന്നിട്ടും ഏറ്റെടുത്ത ഭൂമിയുടെ മാർക്കറ്റ് വില പോലും നൽകാതെ ഗെയിൽ വഞ്ചിക്കുകയാണെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA, ജില്ലാ കളക്ടർ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും ഇവർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രതിപക്ഷ നേതാവിനും ഉമ്മൻചാണ്ടിക്കും KPCC വൈസ് പ്രസിഡന്റ് T സിദ്ദീഖ് മുതൽച്ചി MLA മുതൽച്ചി എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലൊരു രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാ വിഭാഗത്തിനും കൊടുത്തത്.
കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകിയെന്നും 5 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കലക്ടർ ഉറപ്പു നൽകിയതായും ഇവർ പറഞ്ഞു. അല്ലാത്തപക്ഷം 10-ാം തീയതി ഗെയിൽ വിരുദ്ധ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഗെയിലിന്റെ കോഴിക്കോട് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബഷീർ ഹാജി, KP കോയാമു, അബ്ദുൽ കരീം കുറ്റിപ്പുറത്ത്, KC നൂറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഐശ്വര്യ കേരള യാത്രയ്ക്ക് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തിനിടെ നരേന്ദ്രമോദിക്കും 5 വർഷത്തിനിടെ പിണറായി വിജയനും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ തൂവൽ പക്ഷികളാണെന്നും ഏകാധിപതിയാവാൻ ഇരുവരും മത്സരിക്കുകയാണെന്നും ഐശ്വര്യ കേരള യാത്രയ്ക്ക് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും ഒരേ തൂവൽ പക്ഷികളെ പോലെ പ്രവർത്തിക്കുന്നു. ഏകാധിപത്യത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും മത്സരിക്കുകയാണ്. ആരാണ് വലിയ ഏകാധിപതി എന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ നാടിന്റെ ചിത്രം എന്താണ്? ഞങ്ങൾ ഈ ഐശ്വര്യ കേരള യാത്രയുമായി മുന്നോട്ട് വരുന്നത് 5 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ വിലയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനം എവിടെ നിൽക്കുന്നു? 5 വർഷം കൊണ്ട് ഈ നാടിനെ ഇവർ എവിടെ എത്തിച്ചു? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം മോദി സർക്കാർ 35% വെട്ടിക്കുറച്ചപ്പോൾ ഒരു വൻകിട പദ്ധതികളും നടപ്പാക്കാൻ പിണറായി സർക്കാരിനായില്ല. വിഴിഞ്ഞവും കണ്ണൂർ വിമാനത്താവളവും കൊച്ചി മെട്രോയും UDFന്റെ സംഭാവനകളാണെന്നും ഗെയിൽ പദ്ധതിക്കെതിരെ സമരം നടത്തിയവരാണ് അത് നടപ്പാക്കിയതെന്ന അവകാശവാദവുമായി നടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. BJPയും CPMും ചേർന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വാളയാർ പീഡനക്കേസും പെരിയ ഇരട്ടക്കൊലയും CBIക്ക് വിടുന്നത് തടഞ്ഞ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നൽകിയ പരാതി CBI അന്വേഷണത്തിന് വിട്ടത് രാഷ്ട്രീയ പകപോക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ലക്ഷ്യം UDFനെ തകർക്കുക. അത് തന്നെയാണ് CPMന്റെയും ലക്ഷ്യം. ഇവർ രണ്ടുപേരും ചേർന്ന് UDFനെ ഇല്ലാതാക്കാൻ നോക്കുന്നു. തില്ലങ്കേരി മോഡൽ സഖ്യം കേരളത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് വരെ നരേന്ദ്രമോദിയുടെ പേര് പറയാറുണ്ടോ? സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അവസാനിപ്പിക്കാൻ CPMും BJPയും തമ്മിൽ ഗൂഢാലോചന നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്താൻ CPMും BJPയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 245 പാലവും നിർധന കുടുംബങ്ങൾക്ക് 4,30,000 വീടുകളും നിർമ്മിച്ചു നൽകിയപ്പോൾ പിണറായി സർക്കാർ 2 ലക്ഷം വീടുകൾ മാത്രമാണ് നിർമ്മിച്ചത്. ഇതിൽ 50,000 വീടുകൾ UDF സർക്കാർ അനുവദിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 5 വർഷം കൊണ്ട് കൊടുത്ത് 4,34,000 വീടുകളാണ്. 5 വർഷം കൊണ്ട് പിണറായി വിജയൻ കൊടുത്ത 2 ലക്ഷം വീട്, അതിൽ തന്നെ 50,000 വീട് UDFന്റേതാണ്. എന്ത് ചെയ്തു ഈ നാട്ടിൽ? ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയെന്നാ പറയുന്നത്. ഗെയിൽ സമരം ആരാ നടത്തിയത്? ആ കാലത്ത് അന്ന് സമരം ചെയ്തവർ. സമരം അവസാനിപ്പിച്ചപ്പോൾ പദ്ധതി പൂർത്തിയായി. അല്ലാതെ പിണറായിക്ക് എന്തെന്ന് അവകാശപ്പെടാൻ കഴിയും? തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് അധ്യക്ഷനായി. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്, MK രാഘവൻ MP, DCC പ്രസിഡന്റ് U രാജീവൻ, N സുബ്രഹ്മണ്യൻ, ലതിക സുഭാഷ്, ബാലനാരായണൻ, CP ജോൺ, MM ഹസൻ, ബാബു പൈക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് തിരുവമ്പാടിയിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. യാത്രയെ സ്വീകരിക്കാനായി 100 കണക്കിന് ആളുകൾ തിരുവമ്പാടിയിലെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ തിരുവമ്പാടിയിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. നിയോജക മണ്ഡലത്തിലെ 7 മേഖലകളിൽ നിന്നും വൈകുന്നേരം മുതൽ തന്നെ സമ്മേളന സ്ഥലത്തേക്ക് പ്രവർത്തകർ കൂട്ടമായി എത്തിയിരുന്നു. അഞ്ച് മണിക്ക് പൊതുസമ്മേളനം ആരംഭിച്ചപ്പോൾ തിരുവമ്പാടി ബസ് സ്റ്റാൻഡും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞു. 3 മണിക്കൂറോളം വൈകിയെത്തിയ യാത്രയ്ക്ക് വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യത്തിന്റെയും അകമ്പടിയോടെ വലിയ വരവേൽപ്പാണ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഒരുക്കിയത്.
മലയോര കുടിയേറ്റ മേഖലകളുടെ പ്രശ്നങ്ങൾ UDF അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ആളുകൾ ആവേശത്തോടെ സ്വീകരിച്ചു. റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കുമെന്നും വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ സംവിധാനമൊരുക്കുമെന്നും ജപ്തി നടപടികളിൽ നിന്ന് കർഷകർക്ക് പരിരക്ഷ നൽകുമെന്നുമുള്ള വാഗ്ദാനങ്ങളും ജനങ്ങൾ കയ്യടിയോടെ തന്നെ സ്വീകരിച്ചു. DCC സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, KT മൻസൂർ, AM അഹമ്മദ് കുട്ടിയാജി, CJ ആന്റണി, CK കാസിം, ജെയിംസ് ജോഷി, മില്ലി മോഹൻ, MT അഷ്റഫ്, PC മാത്യു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി. റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഡ്രൈനേജിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കാതെ അഴുക്കുചാൽ സ്ലാബിട്ട് മൂടാനുള്ള ശ്രമം വ്യാപാരികൾ തടഞ്ഞു. മുക്കം ടൗണിലെ ഇരു ബസ് സ്റ്റാൻഡുകളെയും ബന്ധിപ്പിക്കുന്ന എരിക്കഞ്ചേരി റോഡിലെ ഡ്രൈനേജ് നിർമ്മാണമാണ് തടഞ്ഞത്. തുടർന്ന് നഗരസഭ അധികൃതരെത്തി പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെപ്പിക്കുകയായിരുന്നു. അഴുക്കുചാലിലെ മാലിന്യങ്ങൾ നീക്കാതെ സ്ലാബിട്ട് മൂടാനുള്ള കരാറുകാരന്റെ നീക്കമാണ് വ്യാപാരികൾ തടഞ്ഞത്. മുക്കം ടൗണിലെ പ്രധാന റോഡുകളിലൊന്നായ പുതിയ ബസ് സ്റ്റാൻഡിനെയും പഴയ ബസ് സ്റ്റാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എരിക്കഞ്ചേരി റോഡിലെ ഡ്രൈനേജ് പ്രവൃത്തിയാണ് തടഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഈ റോഡിലെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു. തുടർന്ന് അഴുക്കുചാൽ സ്ലാബിടുന്ന പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി മണ്ണും കല്ലും ചപ്പുചവറുകളുമെല്ലാം നിറഞ്ഞ ഡ്രൈനേജ് ഇവയൊന്നും നീക്കം ചെയ്യാതെ സ്ലാബിട്ട് മൂടാനായിരുന്നു ശ്രമം. ഇതിനെതിരെ രംഗത്തെത്തിയ വ്യാപാരികളോട് ഡ്രൈനേജിലെ മാലിന്യം നീക്കൽ തന്റെ പ്രവൃത്തിയുടെ ഭാഗമല്ലെന്ന് കരാറുകാരൻ പറയുകയായിരുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കാന പണി നടന്നിരുന്നു. അപ്പോൾ അതിലെ വേസ്റ്റ് വാരാതെ സ്ലാബിട്ട് മൂടാനുള്ള പരിപാടിയായിരുന്നു. അത് വ്യാപാരികൾ തടഞ്ഞിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ചളി പുറത്തേക്ക് വെള്ളം ഒഴുകാൻ സാധ്യതയുണ്ട്. വേസ്റ്റ് വാരാഞ്ഞാൽ വേസ്റ്റ് വാരിയതിൻ്റെ ശേഷം സ്ലാബ് ഇടണം. കോൺട്രാക്ടറോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അപ്പോൾ അത് അവരെ ജോലിയിൽ പെട്ടതല്ല എന്നാണ് അവർ പറഞ്ഞത്. നാട്ടുകാർ മുക്കം നഗരസഭാധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ചെയ്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം. ITIകളെ മികച്ച വ്യവസായ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. തിരുവമ്പാടി ITIക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ITIകളെ രാജ്യത്തെ മികച്ച വ്യവസായ പരിശീലന സ്ഥാപനങ്ങളാക്കി ഉയർത്തുന്ന നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. തിരുവമ്പാടി ഗവൺമെന്റ് ITI കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ ജോർജ് തോമസ് MLAയുടെ നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായ മലയോര മേഖലയുടെ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയുന്ന ITI മികവിന്റെ പാതയിലേക്ക് കടക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം സംസ്ഥാനത്തെ സർക്കാർ ITIകൾ അവയുടെ സുവർണകാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പുതിയ ITIകളും ആധുനിക ട്രേഡുകളും ആരംഭിച്ചു. നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകിയും വ്യാവസായിക പരിശീലന മേഖലയെ LDF ഗവൺമെന്റ് ഉന്നത നിലവാരത്തിലേക്ക് നയിക്കുകയാണ്. ചടങ്ങിൽ ജോർജൻ തോമസ് MLA അധ്യക്ഷനായി. തിരുവമ്പാടി പൈനാടത്ത് ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. K. ലേഖ, പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട്, ബിന്ദു ജോൺസൺ, ഏലിയാമ്മ ജോർജ്, PT അഗസ്റ്റിൻ, B. ജസ്റ്റിൻ രാജ് എന്നിവർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പാലക്കടവ് ചെമ്പ്രത്തായി പാറയിലെ 1.48 ഏക്കർ സ്ഥലത്താണ് ITI കെട്ടിടം നിർമ്മിക്കുന്നത്. 6.75 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചത്. 2025 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് 3 നിലകളാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പുകൾ, സ്റ്റാഫ് റൂം, സ്റ്റോർ റൂം എന്നിവയും 1-ാം നിലയിൽ വ്യത്യസ്ത ട്രേഡുകൾക്കുള്ള വർക്ക്ഷോപ്പുകളും 2-ാം നിലയിൽ വിർച്വൽ ക്ലാസ് റൂം, ഡ്രോയിങ് ഹാൾ എന്നിവയുമാണ് ഒരുക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ആർക്കിടെക്ട് വിഭാഗത്തിൻ്റെതാണ് കെട്ടിട രൂപകൽപ്പന. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വാഴക്കാട് ആഴ്ച ചന്തയ്ക്ക് തുടക്കമായി. വാഴക്കാട് കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നേതൃത്വം നൽകുന്ന ചന്ത എല്ലാ തിങ്കളാഴ്ചകളും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കും. ആഴ്ച ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മലയിൽ അബ്ദുറഹിമാൻ നിർവഹിച്ചു. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനാണ് വാഴക്കാട് ആഴ്ച ചന്തയൊരുക്കിയത്. വാഴക്കാട് കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ചന്തയ്ക്ക് നേതൃത്വം നൽകുന്നത്.
പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും മുതൽ വളർത്തു മത്സ്യം വരെയുള്ള കർഷകരുടെ ഏത് ഉൽപ്പന്നങ്ങളും ഇനി ആഴ്ചച്ചന്തയിൽ വിപണനം ചെയ്യാം. പുതിയ സാധനം ഇടനിലക്കാരുടെ യാതൊരു ഇടപെടലും കൂടാതെ അവരുടെ ചൂഷണത്തിന് വിധേയമാവാതെ നേരിട്ട് കർഷകരിൽ നിന്ന് ഉപഭോക്താക്കൾ സാധനം വാങ്ങുന്നത് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കർഷകർക്ക് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുകയും ചെയ്യും. എന്നാലോ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് മാർക്കറ്റിലുള്ള വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാവുകയും ചെയ്യും. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ചന്ത പ്രവർത്തിക്കുക. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ചന്തയുടെ പ്രവർത്തനം. വാഴക്കാട് കൃഷിഭവന് കീഴിലെ കർഷകർക്കും കർഷക സംഘങ്ങൾക്കുമാണ് ചന്തയിൽ കൃഷി ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിൽക്കാനാവുക. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ കോവിഡ് കാലമാണ്. നമ്മുടെ വാഴക്കാട് പേര് പ്രതിപാദിക്കുന്നത് പോലെ ഒരുപാട് വാഴ കർഷകരും പച്ചക്കറി കർഷകരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ചച്ചന്ത തുടങ്ങുന്നത് കൊണ്ട് കർഷകർക്ക് ഇപ്പം നിലവിൽ ആരൊക്കെ എന്തൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ ആഴ്ചച്ചന്തയിൽ കൊണ്ടുവന്ന് കർഷകർക്ക് നേരിട്ട് വിറ്റ് അപ്പോൾ തന്നെ അവർക്ക് ആ സംഭവത്തിൻ്റെ വില കയ്യിൽ കിട്ടി അവർക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാവുന്നതാണ്. വാഴക്കാട് തുടങ്ങിയ ആഴ്ചച്ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മലയിൽ അബ്ദുറഹ്മാൻ കർഷകനായ മുജീബ് റഹ്മാൻ ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT വസന്തകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CV സക്കറിയ, PK റഫീഖ് അഫ്സൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KK രത്നാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സരോജിനി ഓട്ടുപാറ, സുഹറ വെളുമ്പിലാക്കുഴി, CP ബഷീർ, കൃഷി ഓഫീസർ ടിൻസി, കൃഷി അസിസ്റ്റന്റുമാരായ VP ഫിറോസ്, P ദിവ്യ, E സുഭാഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്. പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പൂവാട്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന ബാർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം. ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം മുൻ MLA UC രാമൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ബാർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത്. പൂവാട്ടുപറമ്പ് അങ്ങാടിയിലെ ബാറിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് പൂവാട്ടുപറമ്പ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം മുൻ MLA UC രാമൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വന്ന കാര്യങ്ങൾ അതിനുശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നത്. ഉമ്മൻചാണ്ടിയാണ് ഈ പറയപ്പെടുന്ന 418 ബാറുകൾ ഈ സംസ്ഥാനത്ത് പൂർണ്ണമായും അടച്ചുപൂട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായാണ് LDF ബാർ മുതലാളിമാരുമായി ധാരണയുണ്ടാക്കിയിട്ടുള്ളത്. PT അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K മൂസ മൗലവി, പൊതാത്ത് മുഹമ്മദ് ഹാജി, ശബരി മുണ്ടക്കൽ, PK ഷറഫുദ്ദീൻ, K ജാഫർ സാദിഖ്, PT യാസർ അറാഫത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുവയൽ. പാറമ്മൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കമ്പനിമുക്ക് മുതൽ കാഞ്ഞിരത്തിങ്ങൽ അങ്ങാടി വരെ റോഡരികുകൾ ശുചീകരിച്ചു. റോഡിന് ഇരുവശവും ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നത് മൂലം പരിസരവാസികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചതോടെയാണ് ഇവർ ശുചീകരണ പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങിയത്. പാറമ്മൽ കൂട്ടായ്മയാണ് കമ്പനിമുക്ക് മുതൽ കാഞ്ഞിരത്തിങ്ങൽ അങ്ങാടി വരെയുള്ള റോഡരികുകൾ വൃത്തിയാക്കുന്നത്. റോഡിന് ഇരുവശവും വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നത് മൂലം പരിസരവാസികൾക്കും തൊട്ടടുത്ത മലയമ്മ ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്ന ഭക്തർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പതിവായ സാഹചര്യത്തിലാണ് പാറമ്മൽ കൂട്ടായ്മ നാടിൻ്റെ നന്മയ്ക്ക് എന്ന ശീർഷകത്തിൽ ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്തത്. നാട്ടിലെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മേഖലയിലുമുള്ള ആളുകളും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. 100-ലധികം അംഗങ്ങളുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് റോഡ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. നമ്മൾ കാഞ്ഞിരത്തിങ്ങൽ മുതൽ കമ്പനിമുക്ക് വരെയുള്ള ഭാഗം റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള കാടുകൾ വൃത്തിയാക്കി. അതിൻ്റെ പ്രധാന ഒരു കാരണം നമ്മൾ ഈ കമ്പനിമുക്ക് ഭാഗത്ത് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പൊതുവായൊരു സ്ഥിതിയുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ കൂട്ടായ്മ പാറമ്മലങ്ങാടി പരിസരത്ത് വെച്ച് ദേശീയ പതാക ഉയർത്തുകയും രാജ്യനന്മയ്ക്കായി പ്രതിജ്ഞയെടുക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം. മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപീകരണം ആരംഭിച്ചു. ഇതിനോടകം 40ഓളം കൂട്ടായ്മകളാണ് രൂപീകരിച്ചത്. വീട്ടിലെ ഒരു നേരത്തെ ഭക്ഷണത്തിലൂടെ പാവങ്ങളുടെ ചികിത്സയിൽ പങ്കാളികളാവും വിധം മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചാണ് മലയോര മേഖല ഏറ്റെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 20 നടക്കുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി മുക്കം നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലുമായി 40ഓളം പ്രാദേശിക കൂട്ടായ്മകൾ ഇതിനോടകം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ സന്നദ്ധ സേവനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രാദേശിക കൂട്ടായ്മകൾ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകളുമായി മുഴുവൻ വീടുകളിലും കയറി ബിരിയാണിക്കുള്ള ഓർഡർ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഉദാരമതികളിൽ നിന്നുള്ള വിഭവ സമാഹരണവും നടത്തുന്നുണ്ട്. 100 രൂപ നിരക്കിൽ ആവശ്യമായ ബിരിയാണി വീട്ടിലെത്തിക്കുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനമേകാനുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ വീടും പങ്കാളികളാവുക കൂടിയാണ് ചെയ്യുന്നത്. പ്രാദേശിക യോഗങ്ങൾക്ക് PK ഷരീഫുദ്ദീൻ, N ശശികുമാർ, P നൂറുൽ അമീൻ, കബീർ പൊറ്റശ്ശേരി, ദാമോദരൻ,
മുഹമ്മദ് കക്കാട്, ടി സലീം മാസ്റ്റർ, റനീഷ് നീലാംബരി, ഒ ഷരീഫുദ്ദീൻ, ബക്കർ കളർ ബലൂൺ, MP അസൈൻ മാസ്റ്റർ, KP അഷ്റഫ്, അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചീഫ് കോർഡിനേറ്റർമാരായി അഗസ്റ്റിൻമൊഴിയിൽ റൈനിഷ് നീലാംബരിയും, കക്കാടിൽ K ദാവൂദും, കാരശ്ശേരിയിൽ VP നിസാം, PKC മുഹമ്മദ് എന്നിവരും, ആക്കോട്ടുചാലിൽ ശ്രീജിത്തും, വെണ്ണക്കോട് നസീർ മാസ്റ്ററും, നീലേശ്വരത്ത് നജീബുദ്ദീനും നിയമിതരായി. കറുത്തപ്പറമ്പിൽ KP വാസുവും, വലിയ പറമ്പിൽ ഫൈസൽ പാറയ്ക്കലും, കൂളിമാട് അബൂബക്കർ മാസ്റ്ററും, ചേന്നമംഗലൂരിൽ സുധീർ മംഗലശ്ശേരിയും, ചേന്നാംകുന്ന് KT ഷെരീഫും, കാടാമ്പള്ളിയിൽ സൈഫുദ്ദീനും, ആറ്റുപുറത്ത് ഷംസുദ്ദീൻ മണിയമ്പുറവും, നെല്ലിക്കാപ്പറമ്പിൽ മുനീറും, മൊയ്തീൻകുട്ടി, ജാഫർ വോപ്പ എന്നിവർ ചോണാടും ചീഫ് കോർഡിനേറ്റർമാരായി തെരഞ്ഞെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം. ഇനി CTV ബിസിനസ് വാർത്തകൾ. ബിസിനസ് കൺസൾട്ടൻസി രംഗത്ത് 8 വർഷക്കാലമായി വിശ്വസ്തയോടെ കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലീഡ് ആൻഡ് ലീപ്പിന്റെ ബ്രാഞ്ച് മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുക്കം നഫ്ന കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി CS മെഹബൂബ് MA നിർവഹിച്ചു. ബിസിനസ് കൺസൾട്ടൻസി രംഗത്ത് 8 വർഷക്കാലമായി വിശ്വസ്തയോടെ കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലീഡ് ആൻഡ് ലീപ്പിന്റെ ബ്രാഞ്ച് മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുക്കം നഫ്ന കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് ഉദ്ഘാടനം മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി CS മെഹബൂബ് MA നിർവഹിച്ചു. ചടങ്ങിൽ കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിൽ അമിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, നാസർ കൊളായി, അഭിലാഷ് കുഞ്ഞൻ എന്നിവർക്ക് പുറമെ വ്യാപാര മേഖലയിലെ പ്രമുഖരും സംബന്ധിച്ചു. വാണിജ്യ വ്യവസായങ്ങൾക്കാവശ്യമായ ടാക്സ്, GST കൺസൾട്ടൻസികളും മറ്റെല്ലാ മാർഗനിർദ്ദേശങ്ങളും ലീഡ് ആൻഡ് ലീപ്പിൽ നിന്ന് ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്പനി രജിസ്ട്രേഷൻ, പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ പിന്നെ അതിൻ്റെ പുറമെ GST, TDS, ഇൻകം ടാക്സ്, ട്രേഡ് മാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ വാല്യുവേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. വേബിലിറ്റി സ്റ്റഡി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സർവീസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 676 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 648 പേർക്കും സമ്പർക്കം വഴി രോഗബാധ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ നിരവധി പേർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചില്ല. നഷ്ടപരിഹാരം ലഭിക്കാത്തത് കോഴിക്കോട് ജില്ലയിലെ ഭൂ ഉടമകൾക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഐശ്വര്യ കേരള യാത്രയ്ക്ക് തിരുവമ്പാടിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. തിരുവമ്പാടി ITIക്ക് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. ITIകളെ മികച്ച വ്യവസായ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. പൂവാട്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന ബാർ അടച്ചുപൂട്ടണമെന്ന ആവശ്യം പ്രതിഷേധ സമരവുമായി മുസ്ലിം ലീഗ്. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.